ടയോട്ടന്റെ ഒരു ലക്ഷറി വാഹനം കൊണ്ടാണ് നമ്മൾ സെയിലിന് വന്നുള്ളത്. അതും ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ 2010 മോഡല് ടയോട്ടന്റെ പിന്നെ അൾട്ടിസും കൊണ്ടാണ് നമ്മൾ സെയിലിന് വന്നിട്ടുള്ളത്. അത്യാവശ്യം റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നും തന്നെ ഇല്ലാത്ത വണ്ടിയാണ്. അതുപോലെ നമ്മൾ ഇതിന്റെ ഫുൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ ഫുൾ വീഡിയോ കണ്ടിട്ട് പരമാവധി നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കും. വരികയാണെങ്കിൽ പിന്നെ ഫ്രണ്ടില് ഹെഡ്ലൈറ്റ് ഒക്കെ നമ്മൾ പുതിയ ചെയ്തിട്ടുണ്ടോ? നമ്മളത് വന്നത് ഒരു മങ്ങിച്ചുണ്ടായിരുന്നു. അതുപോലെ പിന്നെ ഡബിൾ ഡിസ്ക് ആണ് ഇതിന് വരുന്നത്. കമ്പനി തന്നെ ഡബിൾ ഡിസ്കാണ് വരുന്നത്. അതുപോലെ ഈ സൈഡും വലിയൊരു അപാകത പിന്നെ വലിയൊരു മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വണ്ടി തന്നെ ഉണ്ടത്. നമ്മൾ ഒരു ചെറിയൊരു കട്ട് റോഡ് കൂടെ കൊണ്ടുപോകുമ്പോൾ അങ്ങനെ അടി തട്ടുന്ന ഒരു പ്രശ്നങ്ങളൊന്നും ഇതിന് വരലില്ല. അപ്പൊ നമ്മൾ ഈ വാഹനത്തിന്റെ അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള വാഹനം തന്നെ ഉണ്ടോ. അത് അത്യാവശ്യം നല്ല സഡാൻ ആയതുകൊണ്ട് ടയോട്ടന്റെ അത്യാവശ്യം നല്ല നീളമുള്ള വണ്ടി തന്നെയാണ്. അതുപോലെ ഫോൾഡിങ് മിററാണ് ഇതിന് വരുന്നത്. ഇതിൽ ഇൻഡിക്കേറ്റർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അലോയ് വീല് കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത. ഈ സൈഡും വലിയൊരു മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ലാത്തൊരു നല്ല. നമുക്ക് ഇതിന്റെ എൻജിൻ ഭാഗം കൂടി നോക്കാം. എൻജിൻ വരുന്നത് അത്യാവശ്യം നല്ല എൻജിൻ തന്നെയാണ് കേട്ടോ. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും തന്നെ അല്ല. റീപ്ലേസ് ഒന്നും തന്നെ അല്ല കേട്ടോ. ഒരു അബ്രോണ് കാര്യങ്ങൾ പിന്നെ ഈ ഭാഗം ഒന്നും വലിയൊരു പിന്നെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും കാണാനില്ല. ബോണറ്റ് മാറ്റിയിട്ടില്ല. ആമറോണ്ട് ഒരു ബാറ്ററി ഉണ്ട്. പിന്നെ 2,50,000 കിലോമീറ്റർ ഓടിയ എൻജിനാണ്. അതുപോലെ ഈ പിന്നെ ഈ അൾട്ടീസിന് വരുന്ന അത്യാവശ്യം നല്ല പവറുള്ള എൻജിനാണ്. പിന്നെ എന്താ പറയാ ഒരു നമ്മൾ ലക്ഷറി വണ്ടി തന്നെയാണ് ഇത് ഫീൽ ചെയ്യാട്ടോ. വണ്ടിയൊക്കെ ഓടിക്കുമ്പോഴേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബഡ്ജറ്റിലാണ് വണ്ടി. അത്യാവശ്യം കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു ഹൈ ക്വാളിറ്റി ലക്ഷറി ഫീലാണ്. മിററിന്റെ ഫോൾഡിങ് ഒക്കെയാണ് ഇത് കാണുന്നത് കേട്ടോ. അഡ്ജസ്റ്റബിൾ ഒക്കെ നമ്മളെ മാനുവൽ അല്ല. അതുപോലെ ഡബിൾ എയർ ബാഗ് ഇതിന് വരുന്നുണ്ട്. ഡാഷും വന്നുണ്ട്, സ്റ്റാരിങ്ങും വന്നുണ്ട്. പിന്നെ സ്റ്റാരിങ് അഡ്ജസ്റ്റബിൾ, വോളിയം കൺട്രോൾ ഒക്കെ ഉണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് AC ആണ് ഇതിന് വരുന്നത്. അത്യാവശ്യം നല്ല പിന്നെ ഫുഡ് ആൻഡ് ഫിനിഷ് ഒരു ഡോർ പാഡുമ്മലൊക്കെ അങ്ങനെ ഒരു സെറ്റപ്പ് വരുന്നുണ്ട്. സീറ്റ് കവർ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവർ തന്നെയാണ് ഇപ്പോൾ ഇതിന്റെ നിലവിലുള്ളത് കേട്ടോ. ഇന്ത്യയിൽ അത്യാവശ്യം നല്ല വൃത്തിൻ്റെ. ഇപ്പോൾ 2010 മോഡല് കൊറോള അൾട്ടിസ് നമ്മൾ KL71ക്ക് രജിസ്ട്രേഷൻ ചെയ്താട്ടോ. അതുപോലെ പുതിയ ഇൻഷുറൻസും ഉണ്ട്. പിന്നെ 2.5 ലക്ഷം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ അല്ല. അപ്പോൾ KL71ലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പം നിലവിൽ 3ാമത്തെ ഓണറാണ്. അപ്പോൾ നമ്മളിത് പിന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് 3.5 ലക്ഷം റുപ്യ ഉണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂരാണ്, മലപ്പുറം ജില്ല കേട്ടോ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഞാൻ കൊടുക്കുക, നിങ്ങൾ വിളിക്കിട്ടോ. അതുപോലെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യും.